ഹായ് ഗൈസ്. സോ ഹാപ്പി വാലൻറ്റൈൻസ് ഡേ. സ്നേഹത്തിൽ ഏർപ്പെട്ട് അടിപൊളിയായിട്ട് സ്നേഹിക്കുന്ന മനസ്സുകൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ വാലൻറ്റൈൻസ് ഡേ ആശംസകൾ. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്തുകൊണ്ടാണ് ഈ വാടിയ പൂ പിടിച്ചുകൊണ്ട് പറയുന്നതെന്ന്. ആക്ച്വലി ഈ വാടിയ പൂവിൻ്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ബിക്കോസ് ഇതെനിക്ക് ഒരാൾ തന്ന പൂവാണ്. എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ തന്ന പൂവാണ്. ബട്ട് ഈ പൂ റോസ് ഡേക്ക് എന്തോ തന്നെ. സോ എനിക്ക് ലൈഫിൽ ആദ്യമായിട്ടാണ് റോസ് ഡേക്ക് ഫ്ലവർ കിട്ടുന്നത്. ആൻഡ് ആ ഫ്ലവർ ഞാൻ പ്രിസർവ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതായത് ഞാൻ പെൻഡൻ്റ് ആക്കി എൻ്റെ മാലയിൽ സൂക്ഷിക്കാൻ വേണ്ടി ഞാൻ വെച്ചേക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും നല്ല പെൻഡൻറ്റിൻ്റെ പേജ് ഉണ്ടെങ്കിൽ പ്ലീസ് എനിക്ക് DM ചെയ്യുക. സോ അത്രേ ഉള്ളൂ. ഈ പൂവിനെ മാറ്റിയേക്കട്ടെ. അപ്പം ആസ് ഐ സെഡ്, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വാലൻറ്റൈൻസ് ഡേ ആശംസകൾ. ആൻഡ് ഐ ഡോണ്ട് നോ ഞാൻ എന്തിനാണ് ഈ വീഡിയോയിൽ ഇങ്ങനെ ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ആൻഡ് ഞാൻ ഇന്നലെ ഇൻസ്റ്റയിൽ ഒരു സ്റ്റോറി ഇട്ടായിരുന്നു. ഒരു ഫോട്ടോ ഒരു ഫോട്ടോ ഇട്ടിട്ട് ഹാപ്പി വാലൻറ്റൈൻസ് ഡേ വിഷ് ചെയ്തായിരുന്നു. ആൻഡ് ഐ ഗോട്ട് എ ലോട്ട് ഓഫ് മെസ്സേജ്, ഇഷ്ടം പോലെ മെസ്സേജ്. കുറേ തെറികളുണ്ട്. തെറികൾ എന്ന് വെച്ചാൽ ഇവക്കിനി ഇവക്ക് അടുത്ത ആളായി, ഇതെത്ര നാളത്തേക്കാ, ഇതിനെയും കളയോ, ഇതാരാണ്, ഫേസ് റിവീൽ ചെയ്യുക, ഇതാണ് മറിച്ചത് മറ്റത്. എൻ്റെ ദൈവമേ, ഇല്ലാത്ത ഇതില്ല. അത്രയും ആകാംക്ഷയാണ് ബാക്കിയുള്ളവരുടെ ജീവിതത്തിൽ എന്താ നടക്കുന്നതെന്ന് അറിയാൻ. സോ ഞാൻ ആ സ്റ്റോറി ഇട്ട് എന്താണെന്ന് വെച്ചാൽ ഫേസ് കാണിച്ചിട്ടില്ല. ഇതെല്ലാം ഞാൻ എന്താണെന്ന് ഞാൻ പറയാം. ആൻഡ് ദ മെയിൻ ക്വസ്റ്റ്യൻ ഇസ് വാട്ട് ഇസ് ഫസ്മിനാസ് റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് റൈറ്റ് നൗ. അതാണ് എല്ലാവരും എന്നോട് ചോദിക്കുന്നത്. ഇത്രയൊക്കെ ആയിട്ടും ഇനിയൊരു റിലേഷൻ നോക്കുമോ, ഇനിയൊരു കല്യാണം കഴിക്കുമോ, ഇപ്പോൾ റിലേഷൻ ഉണ്ടോ? അപ്പം അങ്ങനെ 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 ഒരു ലോഡ് ചോദ്യങ്ങൾ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് അത് ഞാൻ പറയാം. ബട്ട് അതിന് മുന്നേ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ഇപ്പോൾ ആസ് ഓഫ് നൗ ഐ ആം വെരി ഹാപ്പി വിത്ത് മൈ ലൈഫ്. എൻ്റെ അടുത്ത് കുറേ പേര് ഇൻസ്റ്റയിൽ മെസ്സേജ് ചോദിക്കാറുണ്ട്, ഇത് ഓക്കെ ആണോ, ഇത് ഹാപ്പി അല്ലേ, മൂവ് ഓൺ ആയോ എന്ന് ചോദിക്കുന്നവരോട് ഐ ക്യാൻ പ്രൗഡ്ലി സേ ഞാൻ മൂവ് ഓൺ ആയി. ഞാനിപ്പോൾ ഹാപ്പിയാണ്. ഐ ആം വെരി ഹാപ്പി വിത്ത് മൈ ലൈഫ് റൈറ്റ് നൗ. ആൻഡ് ഞാൻ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒരു ഫ്രേസാണ്, നമ്മുടെ ജീവിതത്തിൽ നിന്ന് പടച്ചോൻ എന്തെങ്കിലും മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിലും അടിപൊളിയായിട്ടുള്ള എന്തെങ്കിലും വെച്ച് പടച്ചോൻ റീപ്ലേസ് ചെയ്യും. അത് ഞാൻ സാക്ഷ്യം വഹിച്ച ഒരു കോട്ടാന്ന് വേണമെങ്കിൽ പറയാം. ബിക്കോസ് ഐ ഹാവ് എ ലോട്ട് ഓഫ് ബ്യൂട്ടിഫുൾ തിങ്സ് ഇൻ മൈ ലൈഫ് റൈറ്റ് നൗ ആൻഡ് ഐ എം വെരി ബ്ലെസ്ഡ് ഫോർ ദാറ്റ്. സോ അൽഹംദുലില്ലാ, കുറേ നല്ല കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ബട്ട് അതൊന്നും നിങ്ങൾ കാണുന്നില്ല, അത് വേറെ കാര്യം. അപ്പം നമുക്ക് മനസ്സമാധാനമായിട്ട് ഫുഡ് കഴിക്കാൻ, നമുക്ക് മനസ്സമാധാനമായിട്ട് ഇരിക്കാൻ, അതുപോലെ മനസ്സമാധാനമായിട്ട് കുറേ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. എനിക്ക് ടെൻഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഞാൻ ലൈഫിൽ ഇപ്പോൾ കാണാറില്ല. കുറച്ച് നാളായിട്ട് എനിക്കൊരു കാര്യത്തിലും ടെൻഷനില്ല. പണ്ടൊക്കെ ആണെങ്കിൽ എനിക്ക് ഡ്യൂ ടു മൈ പാസ്റ്റ് റിലേഷൻ എനിക്ക് ഭയങ്കര ട്രോമ ഉണ്ടായിരുന്നു. എനിക്കെന്നെ ആൾക്കാർ പറ്റിക്കുമോ, എന്നെ ചതിക്കുമോ, അവരെന്നെ നന്നായിട്ടാണോ കാണുന്നത്, അതോ അവരെന്നെ പറ്റി വേറെ എന്തെങ്കിലും വിചാരിക്കുന്നുണ്ടോ, ബാക്ക് സ്റ്റാബ് ഉണ്ടോ, ഇങ്ങനെ കുറേ ഡൗട്ട് വെച്ചിട്ടാണ് ഞാൻ എപ്പോഴും ആൾക്കാരോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം എനിക്കതൊക്കെ മാറി. ബിക്കോസ് ഐ ഹാവ് എ ലോട്ട് ഓഫ് ഗുഡ് പീപ്പിൾ ഇൻ മൈ ലൈഫ് ആൻഡ് വെരി നൈസ് സർക്കിൾ. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ലൈഫിൽ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് നല്ല സമാധാനമുണ്ട്. അതുകൊണ്ട് നിങ്ങളും ദയവ് ചെയ്ത് നിങ്ങളുടെ ലൈഫിൽ ടോക്സിക് ആയിട്ടുള്ള റിലേഷനൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് വാലൻറ്റൈൻസ് ഡേ ആണെന്നൊന്നും നിങ്ങൾ നോക്കണ്ട. പ്ലീസ് ഡു ബ്രേക്കപ്പ് ആൻഡ് മൂവ് ഓൺ. സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതം ഇത്രയും പീസ്ഫുള്ളായിട്ട് ഞാൻ ഈ 25 വർഷത്തിൽ ഞാൻ ജീവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. 2025 ആയി. അപ്പം എനിക്ക് തോന്നുന്നില്ല ഇത്രയും നാളായിട്ട് ഞാൻ ഇത്രയും അടിപൊളിയായിട്ട് എൻ്റെ ലൈഫ് ജീവിച്ചിട്ടുണ്ടെന്ന്. ആൻഡ് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇത് തോന്നുമായിരിക്കും, ഇവളെന്താ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന്. ഇത്രയും അനുഭവിച്ചിട്ട് നമുക്കൊരു വലിയ നല്ല കാര്യം സംഭവിക്കുമ്പോഴത്തേക്കും നമുക്കതിൽ യു ഫീൽ അത് പടച്ചവൻ്റെ ബ്ലെസ്സിങ് ആണെന്ന് നമുക്ക് തോന്നിപ്പോവും. മനസ്സിലായ? ഇത്രയും അനുഭവിച്ചത് നമുക്ക് ഇത്രയും നല്ലത് വരാനായിരുന്നോ എന്ന് വരെ എനിക്ക് തോന്നിയായിരുന്നു. ആൻഡ് ടു ബി ഹോണസ്റ്റ്, ഞാൻ ഇപ്പോൾ കരയാറില്ല. ഞാൻ കരയുന്ന കാലം പോലും ഞാൻ മറന്നുപോയി. ഞാനൊരു കാര്യം ഓർത്ത് വിഷമിക്കുമോ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും കാണുമ്പോൾ സങ്കടം വരുമോ, അങ്ങനെ ഒരു സംഭവം എനിക്ക് വെരി റെയറസ്റ്റ് ഓഫ് റെയറസ്റ്റ് ആയിട്ടേ എനിക്ക് ആ സാധനം ഉണ്ടാവാറുള്ളൂ. ഞാനിപ്പോൾ വിഷമിക്കാറില്ല. ആൻഡ് എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണിപ്പം. ഐ ലവ് മൈസെൽഫ് സോ മച്ച്. ഞാൻ എൻ്റെ മുടിയൊക്കെ കെയർ ചെയ്ത്, സ്കിന്നൊക്കെ കെയർ ചെയ്ത് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. എനിക്കിങ്ങനെ ടെൻഷൻ ഫ്രീ ലൈഫാണ്. എന്നെ തന്നെ നോക്കണം, അല്ലെങ്കിൽ എൻ്റെ ചുറ്റുമുള്ളവർ ഹാപ്പി, അങ്ങനെ ഫുൾ പോസിറ്റീവ് വൈബിൽ ജീവിക്കുന്നതുകൊണ്ട് തന്നെ ഐ ഡോണ്ട് ഹാവ് എനി, എന്താ പറയുക, ഒന്നും അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇപ്പം ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്, ഇപ്പം എൻ്റെ കണ്ണ് അങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റുണ്ട്. അല്ലാണ്ട് എൻ്റെ ഉറക്കത്തിനൊന്നും ഒരു പ്രശ്നമില്ല. ഞാൻ സുഖവും സുന്ദരമായിട്ട് കിടന്നുറങ്ങി സുഖവും സുന്ദരമായിട്ട് എണീക്കാനൊക്കെ പഠിച്ചു. ആൻഡ് അപ്പോൾ നിങ്ങളുടെ ചോദ്യം, ഫസ്മിന സിംഗിളാണോ കമ്മിറ്റഡ് ആണോ? ഞാൻ സത്യം പറയാം,
സിംഗിളാണോ കമ്മിറ്റഡ് ആണോ എന്നുള്ള ചോദ്യത്തിന് എനിക്ക് സത്യം പറഞ്ഞാൽ ഉത്തരം തരാൻ പറ്റത്തില്ല. ബിക്കോസ് ഇറ്റ്സ് വെരി പ്രൈവറ്റ് ആൻഡ് ഞാൻ പ്രൈവറ്റായിട്ടേ കൊണ്ടുപോകത്തുള്ളൂ. ഇഫ് ഐ ഹാവ് എ റിലേഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ പ്രൈവറ്റായിട്ടേ കൊണ്ടുപോകത്തുള്ളൂ. ഞാൻ ഇൻസ്റ്റയിൽ ഇട്ട സ്റ്റോറി ഇറ്റ്സ് മൈ ഫ്രണ്ടിൻ്റെ സ്റ്റോറിയാണ് ഞാൻ ഇട്ടത്, എൻ്റെ ഫേസ് അല്ല. അപ്പം അതിട്ടപ്പോൾ ഐ ജസ്റ്റ് വോണ്ടഡ് ടു സീ ദ റിയാക്ഷൻ. ആൾക്കാർ ഇപ്പോഴും എന്താ ചിന്തിക്കുന്നത് വിചാരിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ സ്റ്റോറി ഇട്ടത്. സ്വാഭാവികമായിട്ട് എനിക്ക് ഞെട്ടലൊന്നുമില്ല. ബിക്കോസ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത റിപ്ലൈയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ജനക്കൂട്ടം ഇപ്പോഴും ഈ സൊസൈറ്റി ഇങ്ങനെ തന്നെയാണെന്ന് ഉള്ള സംഭവം എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇറ്റ് ഡസൻറ്റ് മാറ്റർ. പക്ഷേ എനിക്ക് ഇനിയൊരു റിലേഷൻ ഉണ്ടെങ്കിൽ ഞാനത് ഭയങ്കര പ്രൈവറ്റായിട്ടേ കൊണ്ടുള്ളൂ. ബിക്കോസ് ഐ ബിലീവ് മേക്ക് ഇറ്റ് പ്രൈവറ്റ് അണ്ടിൽ ഇറ്റ്സ് പെർമനൻറ്റ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങളെ അറിയിക്കുമെന്ന്. കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ചിലപ്പോൾ അറിയിക്കാൻ ചാൻസ് കുറവാണ്. ബിക്കോസ് എനിക്ക് മനസ്സിലായ കാര്യം, ഈ സോഷ്യൽ മീഡിയയുടെ ഏറ്റവും നെഗറ്റീവ് എന്ന് എനിക്ക് തോന്നുന്നത്, നമ്മൾ നമ്മുടെ ഹാപ്പി മൊമെൻറ്റ്സ് അല്ലെങ്കിൽ നല്ല കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്ത് നമ്മൾ അത്രയും സന്തോഷമായിട്ട് ആൾക്കാരെ കാണിച്ചതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും അവിടെ നേടാനില്ല. ഇറ്റ്സ് ലൈക്ക് എ കോമ്പറ്റീഷൻ പോലെ നമുക്ക് തോന്നും. ഓക്കെ, നമ്മളിവിടെ ഹാപ്പി പിക്ചർ പോസ്റ്റ് ചെയ്യുന്നു, തൊട്ടപ്പുറത്ത് വേറെ കപ്പിൾ പോസ്റ്റ് ചെയ്യുന്നു, അപ്പോൾ നമുക്ക് കുറച്ചും കൂടി അടിപൊളിയായിട്ട് എടുക്കാൻ തോന്നുന്നു. അങ്ങനെ ഒരു കോമ്പറ്റീഷൻ ബേസ് ലെവലിൽ പോകുന്നതല്ലാണ്ട് നമ്മൾ എന്തിനാണ് ആക്ച്വലി നമ്മുടെ ഹാപ്പി മൊമെൻറ്റ്സ് ഇൻസ്റ്റയിലും സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നത്? വൈ? ആൾക്കാരെ കാണിച്ചിട്ട് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ഇല്ല. ഇറ്റ്സ് ജസ്റ്റ് എ ഷോ ഓഫ് അല്ലേ? അതല്ലേ റിയാലിറ്റി? അപ്പം നമുക്ക് നമ്മുടെ അത്രയും പ്രൈവറ്റായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന കാര്യം എന്തിന് നമ്മൾ ആൾക്കാരെ അറിയിക്കണം എന്ന് ഐ തോട്ട്. ഇനി ഒരു റിലേഷൻ ഉണ്ടെങ്കിൽ തന്നെ അത് വെറുതെ ആൾക്കാരെ കാണിച്ച് വഷളാക്കാണ്ട് നല്ല മനോഹരമായി ബ്യൂട്ടിഫുള്ളായിട്ട് പ്രൈവറ്റായിട്ട് കൊണ്ടുപോകാം അല്ലോ. സോ ഐ തോട്ട് ഇനിയുള്ള റിലേഷൻ അത്രയും അടിപൊളിയായിട്ട് കൊണ്ടുപോകാം. ആൻഡ് ഇപ്പോൾ റിലേഷൻ ഉണ്ടോയെന്ന് ഞാൻ പറയത്തുമില്ല. ഇറ്റ്സ് വെരി പ്രൈവറ്റ്. സോ അത്രേ ഉള്ളൂ. പിന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളും സോഷ്യൽ മീഡിയയൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ സന്തോഷമായിട്ടുള്ള മൊമെൻറ്റ്സ്, റിലേഷൻ എന്നല്ല എന്ത് കാര്യമാണേലും അത്രയും ഹാപ്പി ആയിട്ടുള്ള കാര്യം നിങ്ങൾ പോസ്റ്റ് ചെയ്യാണ്ടിരിക്കുക. ബിക്കോസ് ഞാൻ കണ്ണേറിൽ നന്നായിട്ട് വിശ്വസിക്കുന്ന ആൾക്കാരാണ്. ചിലപ്പോൾ ആൾക്കാർ മനഃപൂർവ്വം കണ്ണേറ് വെക്കുന്നതല്ല, എങ്കിൽ കൂടെ എന്താ പറയുക, നമുക്ക് കണ്ണേറ് തട്ടും. അതുകൊണ്ടാണ് ഇപ്പോൾ ചെറിയ കുട്ടികളുടെയൊക്കെ ഫോട്ടോ ആൾക്കാർ ആദ്യം ഇടത്തില്ലല്ലോ, ഫേസ് ഹൈഡ് ചെയ്തിട്ടല്ലേ ഇടുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കണ്ണേറ് വെക്കുന്നതുകൊണ്ടാണ്. സോ ഐ ബിലീവ് അങ്ങനെയാണ്. മനസ്സിലായോ? ആൻഡ് അത്രേ ഉള്ളൂ. ഇനി ഞാൻ ഒരിക്കലും എൻ്റെ പേഴ്സണൽ ലൈഫ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ആറാടാൻ അല്ലെങ്കിൽ എന്നെ തെറി പറയാനുള്ള അവസരം ഞാൻ അവിടെ മുടക്കി വെക്കുകയാണ്. ആൻഡ് ഓൾസോ ഞാൻ പറഞ്ഞ പോലെ ഐ ബിലീവ് ഇൻ എവിൽ ഐ, അതും ഒരു ഫാക്ടറാണ്. അതുകൊണ്ട് കണ്ണേറ് തട്ടി നല്ലൊരു റിലേഷൻ കൊണ്ടുപോയി കളയാൻ എനിക്ക് താല്പര്യമില്ല. അത്രയും നെഗറ്റിവിറ്റി ആ സംഭവത്തിനുണ്ട്. അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ എഴുതി വെച്ചേക്കാം ആക്ച്വലി, ബിക്കോസ് ഐ എം വെരി ആങ്ഷ്യസ് വെൻ ഐ ടോക്ക് അബൌട്ട് റിലേഷൻഷിപ്സ്. എന്താ പറയുക, അത്രേ ഉള്ളൂ. റിലേഷൻ ഞാൻ പ്രൈവറ്റായിട്ട് ഇപ്പോൾ കൊണ്ടുപോകും, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. അതിൻ്റെ അർത്ഥം എനിക്കിപ്പോൾ ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഞാൻ ഉത്തരം തരുന്നില്ല. ഇല്ലേന്ന് ചോദിച്ചാൽ ഞാൻ ഇല്ലെന്നും പറയത്തില്ല. ആൻഡ് ഈ നമ്മളെ പൊക്കി പറയുന്ന സൊസൈറ്റി തന്നെ നമ്മളെ ഒരു ദിവസം താത്തി പറയും. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. നമ്മൾ ഇന്ന് അടിപൊളിയാന്ന് പറഞ്ഞാൽ നാളെ നമ്മൾ ചെറിയൊരു മൈന്യൂട്ട് മിസ്റ്റേക്ക് നമ്മുടെ ഭാഗത്തുനിന്ന് വന്നാൽ ഇത്രയും നാൾ ചെയ്ത നല്ലതൊക്കെ അങ്ങ് വാടിപ്പോകും എന്നൊരു അവസ്ഥയിലാണ് നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത്. ദാറ്റ് ഈസ് ഹൗ ജനറേഷൻ വർക്ക്സ് റൈറ്റ് നൗ. സോ ഇപ്പം എൻ്റെ ലൈഫിൽ കുറേ അടിപൊളി കാര്യങ്ങളുണ്ട്, അടിപൊളിയായിട്ടുള്ള സന്തോഷങ്ങളുണ്ട്. ആൻഡ് അതൊന്നും നിങ്ങൾ കാണുന്നില്ല. ബട്ട് ഇറ്റ്സ് ഓൾ ദെയർ ഇൻ മൈ ഫോൺ, ക്യാമറ, ഗാലറി. എൻ്റെ സന്തോഷമായിട്ടുള്ള കുറേ നിമിഷങ്ങൾ എൻ്റെ ഫോണിലുണ്ട്. അത് അവിടെ തന്നെ ഇരിക്കട്ടെ. അത് ഞാൻ ഒരിക്കലും പോസ്റ്റ് ചെയ്യത്തില്ല. അപ്പം അത്രേ ഉള്ളൂ. ദിസ് ഇസ് എ വെരി ഷോർട്ട് വീഡിയോ. ആൻഡ് ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ട് പുളകം കൊണ്ട് ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, പറ്റിച്ചു, ഹസ്ബൻഡിനെ പറ്റിച്ചു. അപ്പോൾ അത്രേ ഉള്ളൂ. ഞാൻ എന്തിനല്ലേ ഈ ഇടയ്ക്കിടയ്ക്ക് അത്രേ ഉള്ളൂ എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് ബിക്കോസ് എനിക്ക് ആങ്സൈറ്റി വരുന്നതുകൊണ്ടാണ്. ഞാൻ എന്തിനാ ആങ്സൈറ്റി ആവുന്നതെന്ന് വെച്ചാൽ ബബ്ബ അടിക്കുന്നു. ഞാനിപ്പോൾ എന്തെങ്കിലും എൻ്റെ വായിൽ നിന്ന് അബദ്ധവശാൽ എന്തെങ്കിലും കാര്യങ്ങൾ പുറത്ത് പോകുമോ എന്നൊരു ടെൻഷൻ വെച്ചിട്ടാണ് ഞാനിത് സംസാരിക്കുന്നത്. അപ്പം യാ, സോ ബേസിക്കലി ബി ഹാപ്പി ഇൻ യുവർ ലൈഫ്, ഫൈൻഡ് എ ഗുഡ് റിലേഷൻ. നല്ല റിലേഷൻ, ഡെലൂല് പറയുന്ന പോലെ നല്ല റിലേഷൻ ഉണ്ടെങ്കിൽ നല്ല സമാധാനം കിട്ടും, അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റും, അടിപൊളിയായിട്ട് ഉറങ്ങാൻ പറ്റും, അടിപൊളിയായിട്ട് ജീവിക്കാൻ പറ്റും, ലൈഫ് ബെറ്റർ ആവും. സോ ഫൈൻഡ് എ ബെറ്റർ ഓപ്ഷൻ, ലിവ് എ ബെറ്റർ ലൈഫ്, ബി ഹാപ്പി. ആൾക്കാരെന്ത് പറയും പോട്ടെ പുല്ല് എന്ന് വെക്കാൻ നിങ്ങൾ പഠിക്കണം. അപ്പം ഇന്ന് വാലൻറ്റൈൻസ് ഡേ ആണ്. സോ ഐ ഹാവ് ടു ഗോ. അപ്പോൾ ഓക്കെ ഗൈസ്.